ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭപുരം പാലസിനടുത്ത്, അതായത് തക്കലയ്ക്കടുത്താണ് പത്മനാഭപുരം പാലസ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടുത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഈ ക്ഷേത്രത്തിന് ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രം കൂടെയാണ് കേട്ടോ ഈ രാമക്ഷേത്രം. നമുക്ക് ഈ രാമക്ഷേത്രത്തിലെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കാരണം ഇത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രമല്ലേ, അതുകൊണ്ട് കണ്ടു നോക്കാം. നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കുളം കാണാൻ പറ്റും. ഇത് കുളത്തിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമുക്ക് അകത്തുള്ള വ്യൂ വേറെ കാണാം. ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഒരു വ്യൂ ആണ്. ഇത് നമുക്ക് ബാക്കി അകത്ത് കയറിയിട്ട് കാണാം എങ്ങനെയുണ്ടെന്ന്. ഈ ക്ഷേത്രം നിർമ്മിച്ചത് നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ്. ഈ പത്മനാഭപുരം പാലസിനടുത്തായിട്ട് ഈ ഒരു രാമസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം ഇത് ഒരുപാട് കാലപ്പഴക്കം വന്നൊരു ക്ഷേത്രമാണ്. നേരത്തെ പറഞ്ഞല്ലോ, 300 വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇതെന്ന് വെച്ചാൽ എല്ലാ മാസവും 1-ാം തീയതി, ഈ മലയാള മാസം 1-ാം തീയതി ഈ ക്ഷേത്രത്തിൽ രാമായണം വായിക്കുന്നുണ്ട് ഈ രാമക്ഷേത്രത്തിൽ. അതുകൂടാതെ കർക്കിടക മാസം തീരുന്നത് വരെ രാമായണ പാരായണം ഈ ക്ഷേത്രത്തിലുണ്ട്. കാരണം എന്തുകൊണ്ടും നല്ലൊരു ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. പഴക്കം വന്നൊരു ക്ഷേത്രം തന്നെയാണ് ഈ തക്കലയ്ക്ക് അടുത്തുള്ള രാമനാഥസ്വാമി ക്ഷേത്രം. ഈ രാമായണ മാസത്തിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഈ രാമനാഥസ്വാമി ക്ഷേത്രം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേരള തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അത് നമുക്ക് സാധാരണ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പം കാണുന്ന രീതിയിലുള്ളൊരു കോവിലായിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കാണുന്ന കോവിലുകൾ പോലെയാണ് അതിൻ്റെ ആ നിർമ്മാണവും എല്ലാം നടന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ആ കുളത്തിൻ്റെ അകത്തു നിന്നുള്ളൊരു വ്യൂ, അതായത് ക്ഷേത്രത്തിനകത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.